Back everyone, back to this wonderful musical reality show. നിങ്ങൾക്ക് വേണ്ടി ഇനി വേദിയിലെത്തുന്നു റഹ്മാൻ സാറിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് ഗാനവുമായി മുസ്തഫ. മുസ്തഫ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഏത് പാട്ടാ? പടയത്തന ജീവിതത്തിലെ ഓക്കിക്കേറതേ. உண்மையெல்லாம் சொல்ல கூடுதே விருந்தங்களை தின்னவனும் மண்ணுக்குள்ள அடுதங்க பஸ்மம் தின்னவனும் மண்ணுக்குள்ள இந்த வாழ்க்கை வாழத்தான் நாம் பிறக்கையில் கையில் என்ன கொண்டு வந்து கொண்டு செல்லு ஓ கிக்கு ஏறுதே ஓ வெக்கம் போனதே உள்ளுக்குள்ளே ஞானம் ஓருதே உண்மையெல்லாம் சொல்ல கூடுது விருந்தங்களை தின்னவனும் மண்ணுக்குள்ள அடுதங்க விரும்பம் தின்னவனும் மண்ணுக்குள்ள இந்த வாழ்க்கை வாழத்தான் நான் பிறக்கையில் கையில் என்ன கொண்டு வந்து கொண்டு செல்லு பூட்டி வைத்தாய் வைரத்தை பூட்டி வைத்தாய் உயிரை பூட்டையது கொண்டு குழந்தை நான இங்க இருவரும் தவிர இங்கு சுகமாயிருப்பவர் யார் காட்டு ஜீவன் இருக்க மட்டும் வாழ்கை நமக்கு மட்டும் இதுதான் ஞான சித்த பாட்டு ஜீவன் இருக்க மட்டும் வாழ்கை நமக்கு மட்டும் இதுதான் ஞான சித்த பாட்டு இந்த பூமி சாமம் நமக்கு நாம் தெருவுக்குள் மாதச்செண்டை ஜாதி செண்டை பம்பெதுக்கு ஓ திக்கு ஏறுதே ஓ வெக்கம் போனதே உள்ளுக்குள்ளே ஞானம் போருதே உண்மையெல்லாம் சொல்ல கொடுது தேர்ந்தெடுக்கும் தந்தையை தேர்ந்தெடுக்கும் உரிமை உன்னிடத்தில் இல்லை முகத்தை தேர்ந்தெடுக்கும் நிறத்தை தேர்ந்தெடுக்கும் உரிமை உன்னிடத்தில் இல்லை பிறப்பை தேர்ந்தெடுக்கும் நிறப்பை தேர்ந்தெடுக்கும் உரிமை உன்னிடத்தில் இல்லை இந்த வாழ வாழத்தான் நாம் தெருவுக்குள் மாதச்சண்டை ஜாதி சண்டை பம்பெதுக்கு ஓ கிக்கு ஏறுதே ஓ வெக்கம் போனதே உள்ள
உள்ளுக்குள்ளே ஞானம் ஊறுதே, உண்மையெல்லாம் சொல்ல தோடுதே. விரும்பங்களை தின்னவனும் மண்ணுக்குள்ள, அடுதங்க பத்மம் தின்னவனும் மண்ணுக்குள்ள. இந்த வாழ்க்கை வாழத்தான் நான் திரட்டையில் கையில் என்ன கொண்டு வந்து கொண்டு செல்லு, கையில் என்ன கொண்டு வந்து கொண்டு செல்லு, கையில் என்ன கொண்டு வந்து கொண்டு செல்லு, கொண்டு செல்லு. രജനീകാന്ത് തന്നെയാണോ ബാലചന്ദ്രൻ തന്നെയാണോ? എനിക്ക് തന്നെ പിടിയില്ല. നമുക്ക് അങ്ങനെ തോന്നി കണ്ടപ്പോഴേ, ആദ്യത്തെ ആ വരവ് കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നി. പിന്നെ ഈ പാട്ടിന് മൊത്തത്തിലൊരു എനർജി കുറവായിട്ട് എനിക്ക് തോന്നി. നമ്മൾ രജനീകാന്തിന്റെ കാര്യം സംഭവങ്ങളൊക്കെ മനസ്സിൽ വെക്കുന്നുണ്ടായിരിക്കാം ഒരു, പക്ഷേ എനിക്ക് എൻ്റെ അഭിപ്രായമാണ്, എനിക്ക് അത്ര ഒരു ഇമ്പ്രസീവായിട്ട് തോന്നില്ല. പാടുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത്ര എക്സ്പീരിയൻസ് ഇല്ല ഈ തമിഴ് ഇങ്ങനെ പെർഫോം ചെയ്ത് പാടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് കുറവുണ്ട്. അധ്യാപകനാണല്ലേ? ആണോ? ചെറുതായിട്ടോ? എവിടെയാണ്? ഒരു ക്ലാസ് സ്കൂളാണോ അതോ ഒരു ക്ലാസ് നടത്തുന്നുണ്ട് വീടിന്റെ അടുത്ത് തന്നെ. ശരി ശരി. അല്ല അത് കുഴപ്പമില്ല. അധ്യാപകനായാലും കാര്യങ്ങളെ കുറച്ചുകൂടെ ഒക്കെ ഒന്ന് ആത്മാർത്ഥമായിട്ട് ചെയ്യാമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ശരി, വളരെ ബെസ്റ്റ്. മുസ്തഫ സർ, ഇതൊരു നല്ല പെപ്പി സോങ് ആണ്. മുസ്തഫ തിരക്കില്ലാതെ പാടി കേട്ടോ. താങ്ക് യു സർ. ഇതിനകത്ത് ഇന്നത്തെ ഈ പാട്ടിൽ മുസ്തഫയ്ക്ക് പറ്റിയിരിക്കുന്നത് താളം കണ്ടമാനം ഓടുന്നുണ്ട് എഴുതുന്നുണ്ട്. കറക്റ്റ് ആ ഒരു സാധനം വരുന്നില്ല. അതിന്റെ ഒരു പഞ്ച് അശ്വൻ പറഞ്ഞ പോലെ ഒരു ത്രോ ഉണ്ട് ആ പാട്ടിന്. അതിന് ആ ത്രോ വന്ന ഒരേ ഒരു വരി ഇന്ത വാഴ്ത്താന അവിടെ മാത്രമാണ് താങ്കൾ ഓപ്പൺ ആക്കിയത്. ബാക്കിയെല്ലാം അങ്ങ് പിടിച്ചൊതുക്കി കളഞ്ഞു. പിന്നെ എ ആർ റഹ്മാന്റെ അടുത്ത് വല്ല ദേഷ്യമുണ്ടോ? ഒരു ദേഷ്യമില്ല. പിന്നെ എന്തിനാണ് എന്റെ മുസ്തഫ ജീവൻ ഉരുക്കു എന്താണ്? ജീവൻ ഇറുക്കുമട്ടും. ജീവൻ ഇറുക്കുമട്ടും താളം ഇറുക്കുമട്ടും താനാനേ അങ്ങനെ എന്തിനാ പാടിക്കേ ഇപ്പൊ പാടിയാലും അതന്നെ വരും. നോക്കിക്കോളൂ. ജീവൻ അത് തന്നെ. ജീവൻ ഇറുക്കുമട്ടും താളം ഇറുക്കുമട്ടും ചിന്ത തമിഴ്. ചെറിയൊരു സംഗതി അങ്ങനെ ഉണ്ടോ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അയ്യോ ഇതൊരു സംഗതിയല്ലേ. അയ്യോ അത് ക്ഷമിക്കാനേ പറ്റത്തില്ല കേട്ടോ. ഈ എപ്പിസോഡ് എ ആർ റഹ്മാൻ കാണാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓൾ ദി ബെസ്റ്റ്. മുസ്തഫ സർ, നല്ലൊരു സോങ് ആണ് മുസ്തഫ. പിന്നെ ഈ ടെമ്പോ ആണ് പ്രധാനമായിട്ട് ഞാൻ എഴുതി വെച്ചിരുന്നത്. മൊത്തത്തിൽ ഇങ്ങനെ ലൂസായിട്ട് കിടന്നു. അതൊരു എന്താ പറയണ്ടേ, ഇപ്പൊ മുസ്തഫായിട്ടേക്കുന്ന വേഷം പോലെ കംഫർട്ടബിൾ ആയിരുന്നില്ല ടെമ്പോയുടെ കാര്യവും. അത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണം കേട്ടോ മുസ്തഫ. കാര്യം പെപ്പി പാട്ട് പാടുമ്പോൾ എപ്പോൾ അതിനകത്ത് നിൽക്കണ്ടേ. പിന്നെ ലിറിക്സിൽ എന്തോന്ന് പാടി, ഉള്ള പച്ചത്തറി മുഴുവൻ തമിഴിത്. ഓരോന്നിന്റെ അർത്ഥം എടുത്ത് ഇവർ എല്ലാം ഓർക്കസ്ട്രക്കാരടക്കം ബാക്ക് ചെയ്ത് പോകും. ആരെങ്കിലും എടുത്ത് ചോദിക്കണ്ടേ മുസ്തഫ? അന്ന് അങ്ങനെ പറ്റുന്ന ചരണത്തിലാണ് മാറിപ്പോയത്. ആറാതിരുന്ന ചരണത്തിലാന്ന് തോന്നുന്നു ചോദിച്ചതിനും കണ്ടു. അതെന്തൊക്കെയാ പറഞ്ഞത്? കമ്പള് കുളാവാ, അങ്ങനൊന്നും വാക്കുകളേ ഇല്ല. ഇപ്പൊ ഇത് കേട്ട എനിക്കറിയാമായിരുന്നു ഈ പാട്ട്. അത് എന്റെയും കൂടെ പോയി. മൊത്തം കുഴപ്പമായിരുന്നു. വേറെ തമിഴ്നാട്ടിൽ ഇഷ്ടംപോലെ പേര് ഈ ഷോ കാണുന്നതാണ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ തോന്നിയ ദിവസം പറഞ്ഞാൽ അത് വൃത്തികേടാ. പിന്നെ എന്ത് എങ്ങനെ നിർത്തിയത്? കയ്യിലെന്നെ കൊണ്ടുവന്നു കൊണ്ട് സെല്ലയാണ് സെല്ല. നമ്മൾ എന്തോ എടുത്തോണ്ട് വന്ന് തിരിച്ചു കൊണ്ടുപോകാമെന്ന്, അതാണ് അർത്ഥം അതിന്റെ.
അപ്പൊ അത് ഒട്ടും ചേർന്നിട്ടില്ല മുസ്തഫ. അതൊക്കെയാണ് കേട്ടോ, അല്ലാതെ പാട്ടിന്റെ കുഴപ്പമില്ല. മുസ്തഫ പഠിച്ചതിനകത്തൊക്കെ അത് കുഴപ്പങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഈ കുഴപ്പം കേട്ടോ. ശരിയായിക്കണം. ഓൾ ദി ബെസ്റ്റ്. ഫൈനലി ചിത്ര ചേച്ചി. മുസ്തഫ നല്ല ശബ്ദമാണ്, കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമുള്ള ശബ്ദമാണ് മുസ്തഫയുടെ. എനിക്ക് തോന്നിയത് ഇപ്പൊ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞു. തമിഴ് കുറെ തെറ്റുകളുണ്ടായിരുന്നു. ഊറുതേക്കൊക്കെ ഓറുതേ എന്ന് പറഞ്ഞു, തോണുതേ അത് തോടുതേ എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ കുറച്ച് അതിൽ തെറ്റുണ്ട്. പിന്നെ ആ കമ്പങ്ങളെ തിന്നവനും മണ്ണുക്ക് കമ്പുകളായിരിക്കും, എന്താന്ന് എനിക്ക് മനസ്സിലായില്ല ആ വരി എന്താണെന്ന്. ആ കമ്പങ്ങളെ വേറെ ഒരിക്കൽ തപ്പിയും പോയി, ഒരിക്കൽ കമ്പുകളെയാണ്. അല്ല അത് ശരിയല്ല, അത് എന്തോ തെറ്റുണ്ട് കേട്ടോ. അപ്പൊ അത് കറക്റ്റ് ചെയ്യണം. പിന്നെ ഈ പറഞ്ഞ മാതിരി ആ ഒരു ലൈൻ ഭയങ്കര ഒരു ക്ലാസിക്കൽ സ്റ്റൈലിൽ പാടിക്കളഞ്ഞു. അതങ്ങനെയില്ല. ഇതൊരു എന്താ പറയണ്ട, മനോ ഒരു ഈസി ആയിട്ട് പാടിയൊരു പാട്ട്, ഒരു കുറച്ചൊരു എനർജി വേണം, ഈസി ആയിട്ട് പാടിയൊരു പാട്ടാണ്. അപ്പൊ ഒരു മെലഡി മെലഡിയുടെ അത് കൂടുതൽ കൊടുക്കേണ്ട കാര്യമല്ല കേട്ടോ. അവസാനമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കൊണ്ട് ചെല്ല അപ്പൊ നിർത്തിയപ്പോ നേരത്തെ ഇപ്പൊ പാടിയപ്പോ നന്നായിരുന്നു. അത് ഒരു ഉരിമൈ എന്നൊക്കെ ഉറിമൈ കുറെ തമിഴിന്റെ തെറ്റുകളുണ്ടായിരുന്നു. അതുകൊണ്ട് നമുക്കിവിടെ തമിഴ്നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ ഉണ്ടല്ലോ. അപ്പൊ പാടുന്നതിന് മുമ്പ് തമിഴ് പാട്ടൊന്ന് കറക്റ്റ് ചെയ്തിട്ട് പാടിയ നന്നായിരിക്കും കേട്ടോ. ഇത്രേ ഉള്ളൂ, ബാക്കിയൊന്നും പറയാനില്ല. ഓക്കെ, താങ്ക് യു ജഡ്ജസ്. മുസ്തഫ ഐ തിങ്ക് മെയിൻ പ്രോബ്ലം മുസ്തഫ തമിഴായിട്ട് അത്ര ഫെമിലിയർ അല്ല അല്ലേ? അതാണ് നമ്പർ 1 പ്രോബ്ലം. പക്ഷേ ഇത്രയുടെ എഫേർട്ട് എടുക്കായിരുന്നു അത് പഠിക്കാൻ എന്നാണ് ജഡ്ജസ് പറയുന്നത്. ഔട്ട് ഓഫ് 30 ചിത്ര ചേച്ചി 25. ചർച്ച 25 മുസ്തഫ. ചേട്ടാ 25. അസുരൻ ചേട്ടാ 7. on 10 total marks 82. ഇനി നമുക്ക് നമ്മുടെ മൂടെങ്കിലും ശരിയാക്കാൻ ഒരു ഗോൾഡ് കോയിൻ അടിക്കുമോ നോക്കാം. ഇതിൽ അഭിനയിച്ചത് രജനീകാന്താണല്ലോ. രജനീകാന്തല്ലേ അഭിനയിച്ചത്? അപ്പൊ രജനീകാന്ത് കമൽഹാസന് ഒന്നിച്ച് അഭിനയിച്ച മലയാള ചിത്രം ഏതാണ്? ദശാവതാരം. മലയാള സിനിമ. IV ശശിയാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. ഇത് തമിഴിലേക്കും ഹിന്ദിയിലേക്കും തെലുങ്കിലേക്കൊക്കെ ഡബ് ചെയ്ത സിനിമയാണ്. ജയഭാരതിയാണ് ഇതിലെ നായിക. ഇല്ല, പാസ് ചെയ്യാണ്. ഓഡിയൻസ് ആർക്കെങ്കിലും അറിയാമോ? പേരെന്താ? യോണിയൻ ആനന്ദ് ആൻസർ അറിയാമോ? അലാവുദ്ദീനും അത്ഭുത വിളക്കും. അലാവുദ്ദീനും അത്ഭുത വിളക്കും. ശരി ഉത്തരം. വരൂ. Come down, Anand. ചർച്ചയുടെ കഴിഞ്ഞ് you can get the job as well as it's close. നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹം എനിക്ക് വേണം. എനിക്ക് വോട്ട് ചെയ്യേണ്ട ഫോർമാറ്റ് ISS സ്പേസ് മുസ്തഫ, MUSTHAFA. ഇനിയും കുറച്ച് പാട്ടുകൾ ഈ എപ്പിസോഡിൽ വരാനുണ്ട്. പക്ഷെ അതിനു മുമ്പ് ലെറ്റ്സ് ടേക്ക് another short break. നാലാം സമ്മാനം ആയുർ കെയർ ലവണ തൈലം നൽകുന്ന 5 ലക്ഷം രൂപ. 5ാം സമ്മാനം ഗ്രാൻഡ് കേരള ഷോപ്പിംഗ്